അഡ്വക്കേറ്റ് ജെ.എസ്. അഖിൽ, എന്തായാലും ഇ ശ്രീധരൻ്റെ റിപ്പോർട്ട് അപൂർണമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തള്ളിയിരിക്കുന്നത്. അതിവേഗ പാത ഉടനില്ല എന്ന് ഉറപ്പാവുകയും ചെയ്തു. അപ്പോൾ ഹൈസ്പീഡ് എന്നത് സർക്കാരിൻ്റെ പ്രയോറിറ്റി അല്ലാതാകുകയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ DMRC സബ്മിറ്റ് ചെയ്ത മെട്രോമാൻ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് അതിൽ പൂർണ്ണതയില്ല എന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. കാരണം അതിനകത്ത് റിപ്പോർട്ട് അദ്ദേഹം നൽകിയതിന് ശേഷം എന്തായാലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് OST മുതലുള്ള ആളുകൾ കുറേ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുകയും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി തന്നെ അതിനകത്ത് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളെ ഏതെല്ലാം തരത്തിൽ കേരള സംസ്ഥാനത്തിന് ഉപയോഗപ്രദമാക്കാം എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ അത്തരം ചർച്ചകളിലാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും വലിയൊരു തുറമുഖം, ഇത്രയും വലിയൊരു സാധ്യത കേരളത്തിലുള്ളപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇനി ഒരു ലോജിസ്റ്റിക് മൂവ്മെൻറ്റ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് തന്നെ പോകേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ഈ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി കയറ്റിറക്കുമതികൾ അത് നാളുകളിൽ നമ്മുടെ രാജ്യത്തിനും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിനും ഉണ്ടാകുന്ന നമ്മുടെ ഈ ഇൻകത്തിൽ ഉണ്ടാകുന്ന വളർച്ച, അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണ സാമ്പത്തിക സന്തുലിതാവസ്ഥയിൽ തന്നെ ഒരു വലിയ വളർച്ച ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്ലാനും പദ്ധതിയും ഈ ഗവൺമെൻറ് എന്തായാലും ഉണ്ട്. കുറേ ആളുകൾക്ക്, കുറേ യുവാക്കൾക്ക്, യുവതികൾക്ക് അവർക്കെല്ലാം തൊഴിലവസരം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റു തരത്തിലുള്ള മാർഗ്ഗങ്ങൾ, ഇപ്പോൾ ഒരു ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്ക് തന്നെ അവർക്കെല്ലാം അവരുടേതായ രീതിയിൽ വളർച്ച മെച്ചപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ഈ സംസ്ഥാനത്തെ ഏതെല്ലാം രീതിയിൽ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താൻ കഴിയുമോ അത്തരത്തിൽ വളർച്ചയിൽ എത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഐഡിയോളജിയോട് കൂടിയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കെ-റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചു. ഈ കെ-റെയിൽ പദ്ധതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അതിനെപ്പറ്റി ഒരു യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെ, ഒരു വിദഗ്ധ പഠനം നടത്താതെ, അതിനകത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെപ്പറ്റി പഠനം നടത്താതെ, അതിനകത്തുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനെ പറ്റി പഠനം നടത്താതെ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ പദ്ധതിയിലേക്ക് നടത്തി അതിനകത്ത് നിന്ന് എത്ര റിട്ടേൺ തിരിച്ച് കിട്ടുമെന്ന് പോലും ഒരു കാൽക്കുലേഷൻ ഇല്ലാത്ത രീതിയിലുണ്ടാകുന്ന ഒരു പാളിച്ച നിലനിൽക്കെ തന്നെ സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയയിലേക്ക് ആ ഗവൺമെൻറ് കടന്നു എന്നുള്ളതാണ്. നമ്മൾ മഞ്ഞക്കുറ്റി സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ്. ഈ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കൺസെഷൻസ് ശരിയല്ല എന്നുള്ളതാണ് അന്ന് UDF എടുത്ത നിലപാട്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും നഷ്ടവും അതിനകത്തുള്ള ഉണ്ടായിട്ടുള്ള അപകടവും മനസ്സിലാക്കിക്കൊണ്ട് അത് ആ കഴിഞ്ഞ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അന്ന് കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അതേ കാര്യം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും പറയും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇപ്പോൾ വെറും പാസഞ്ചർ സ്പീഡ് ട്രെയിൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ ഏതെല്ലാം സാധ്യതകൾ മെച്ചപ്പെടുത്താമെന്നുള്ളതാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഇട്ട തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ തന്നെ വ്യക്തമായി പറഞ്ഞു. അത് ഈ പറയുന്ന തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി, പിന്നെ ലോജിസ്റ്റിക് മറ്റേ ഇതുമായി ബന്ധപ്പെടുത്തി, ഇതുപോലെ തന്നെ നമ്മുടെ മറ്റ് ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെടുത്തി, ഉൾനാടൻ വാട്ടർ ഗതാഗതവുമായി ബന്ധപ്പെടുത്തി, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന, റെയിൽ ഗതാഗതവുമായി കണക്ട് ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം തന്നെ ഈ തുറമുഖമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരക്ക് കടത്തലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിമാനത്താവള അധിഷ്ഠിതമായ ചരക്ക് കടത്തലുമായി ബന്ധപ്പെടുത്തി എല്ലാം ഈ പദ്ധതിയെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം, ഒരു സാമ്പത്തികമായ ലാഭം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മുടക്കുന്ന ഒരു മുടക്കുമുതൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് ഒക്കേർ ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു പാസഞ്ചർ സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഏതെല്ലാം രീതിയിൽ ഈ സ്പീഡ് റെയിലിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിലെല്ലാം അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഇതെങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു വിശദമായ പഠനം നടത്തുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ റിപ്പോർട്ട് അപൂർണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. പിന്നെ
നമ്മുടെ എൻവയോൺമെന്റിന്റെ ഡിസാസ്റ്റർ നമ്മൾ ഈ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത കുന്നും മലകളും എല്ലാം നിറഞ്ഞതാണ്. അതിനകത്ത് കൃത്യമായ പാരിസ്ഥിതിക പഠനം നടത്താതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള പാരിസ്ഥിതിക പഠനം നടത്തണം, സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തണം, അതിനകത്ത് എത്ര സ്ഥലം നിലവിലുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായ ചെലവ്, ഇതിനു വേണ്ടി ഇത് പാസഞ്ചർ യാത്രയ്ക്കപ്പുറത്തേക്കുള്ള നമ്മുടെ ഈ പറയുന്ന പോലെ മറ്റേ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന വുഡ് സ്ട്രെയിനായിട്ടും കൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ള വിശദമായ ഒരു പഠനത്തിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളൊരു സമയവും അതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ പരിപൂർണമായി അതിനെ പദ്ധതിയെ പരിപൂർണമായി തഴഞ്ഞു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കിതിൽ പറയാനുണ്ട്.